കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ രാജുവേട്ടൻ എന്താ പറ്റിയ പറയെന്നോട്. അച്ഛ രാജുവേട്ടൻ എന്താ പറ്റിയ പറ അച്ഛ, പറ അച്ഛ. അച്ഛ പറ. അവന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. ഈ വിവാഹം നടന്നിരിക്കും. ഇത് നിനക്ക് ഞാൻ തരുന്ന വാക്കാ. മകന്റെ ജീവനെ ഓർത്തുള്ള നിങ്ങളുടെ ഭയം ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഈ കല്യാണവുമായി മുന്നോട്ട് പോകാം. ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് അവന്റെ ജീവനോ ജീവിതത്തിനോ ഒരു കുഴപ്പവും സംഭവിക്കില്ല. അവനെ ഞാൻ സംരക്ഷിക്കും. എടോ, അറിഞ്ഞ കാര്യം ശരിയാ. ആ പയ്യൻ സ്പോട്ടിൽ തന്നെ തീർന്നു. കൂടെയുള്ള രണ്ടുപേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കും സീരിയസ് ആണെന്നാ കേട്ടത്. എന്തായാലും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ഓക്കെ? ഏട്ടാ, ജനിച്ചാൽ എന്നായാലും ഒരിക്കൽ മരിച്ചേ പറ്റൂ. ആദ്യം ഞാനൊന്ന് ഭയന്നിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ പേടിയില്ല. DK പോലൊരു ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല.
രാജീവ് എന്താണോ കഴിയാറായി സർ. രാജീവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ അവസ്ഥയോ? ഒന്നും പറയാറായിട്ടില്ല സർ. എനിക്ക് തന്നെ മനസ്സിലാവും. അവിനാശിൻ്റെ കാര്യം ഓർത്ത് താൻ പേടിക്കണ്ട. ഞാൻ കൂടെ ഉണ്ടാവും അവസാനം വരെ. ഇനി ഈ കണ്ണ് നിറയരുത്. സന്തോഷം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ. ഇതാണോ ഏട്ടൻ എനിക്ക് തന്ന ഉറപ്പ്? മോളെ മോളെ കിണറിന്റെ ആഴം നോക്കാൻ ആരാന്റെ കുഞ്ഞിനെ ഇറക്കുന്നു എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്.
ഇതിപ്പോ ഏതാണ്ട് അതുപോലെ ആയി അല്ലേ താരെ? പിന്നല്ലാതെ ഇവളുടെ ആങ്ങളെയും ഡീക്കയും തമ്മിലുള്ള ശത്രുതയുടെ ആഴം അറിയാതെ ഒരു പാവ ചെക്കൻ അതിലേക്ക് വന്നിറങ്ങി. അവന്റെ ജീവൻ കാറ്റുപോലെ പറന്നുപോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? നിരപരാധിയായ ഒരു പയ്യന്റെ മരണത്തില് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും സന്തോഷിക്കാൻ കഴിയുന്നു? അയ്യോ, നീ തെറ്റിദ്ധരിക്കണ്ട. ആ പയ്യൻ മരിച്ചതില് ഞങ്ങൾക്ക് ഒട്ടും സന്തോഷമില്ല. ദുഃഖമുണ്ട് താനും. പക്ഷേ ഞങ്ങള് സന്തോഷിക്കുന്നത് അതുകൊണ്ടല്ല. അവൾക്ക് ആ ജ്യോതിക്കൊരു തിരിച്ചടി കിട്ടിയതിന്റെ സന്തോഷമാ ഞങ്ങൾക്ക്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതായി പോയത്. ഒരച്ഛന്റെ അമ്മയുടെയും ഒരേ ഒരു മകൻ. അവരുടെ സങ്കടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. കഴിയോ? നീ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ആങ്ങളല്ലേ ഇതിനൊക്കെ ഉത്തരവാദി. അയാളുടെ ഭ്രാന്ത്. ഭാര്യയുള്ളപ്പോ മറ്റൊരുത്തിയെ പ്രേമിക്കുക, അവളെ കല്യാണം കഴിക്കാൻ പിന്നാലെ നടക്കുക, ഒടുവിൽ ഇതുപോലൊരു കൊലപാതകം നടത്തുക. സത്യത്തിൽ നിന്റെ ആങ്ങളയ്ക്ക് ഭ്രാന്താണോടി? അവിനാശിന് പ്രേമം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായതാണെന്ന് പറയാം. പക്ഷേ ജ്യോതിക്കോ? അവളെന്തിനാ അവിനാശിനെ പോയി വെല്ലുവിളിച്ചത്? അവിനാശ് മാത്രമല്ലല്ലോ, DK ഒപ്പം ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇത് ജ്യോതിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാ. കല്യാണത്തിന്റെ അന്ന് ചെറുക്കൻ ആക്സിഡന്റ് ആയിട്ട് മരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ചെറുക്കൻ ഈ അടുത്ത കാലത്ത് അവളുടെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ വരുമോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ കുട്ടിയുടെ ജാതകദോഷം കൊണ്ടാണെന്ന് നാട്ടുകാരെ മുഴുവൻ പറയില്ലേ? മായേച്ചി, ജ്യോതിയോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്. പക്ഷെ ഇത് തീർക്കേണ്ടതും കുറ്റം പറയേണ്ടതും ഇങ്ങനെ ഒരു സന്ദർഭത്തിലല്ല. അത് ഓർമ്മ വേണം. ഈ കല്യാണം മുടങ്ങിയതിലും ആ ചെക്കൻ മരിച്ചു പോയതിലും ഞങ്ങൾക്കും വിഷമമുണ്ട്. എന്ന് കരുതി ജ്യോതി ഞങ്ങളുടെ ശത്രു തന്നെയാ. ഈ അമരാവതിയിൽ നിന്ന് അവള് തിരിച്ചു പോകുന്ന നാള് വരെ ആ ശത്രുത അങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു ദുരന്തമുണ്ടായ ദുഃഖത്തിലെ എല്ലാവരും, അതിന്റെ ഷോക്കിലെ എല്ലാവരും. ആരുടെ മരണത്തിന് ആരും ആഹ്ലാദിക്കരുത്. അത് നല്ലതല്ല. ചിത്രേ, മോള് പോയി റെസ്റ്റ് എടുക്ക. ചെല്ലും മോളെ. ഇങ്ങനെ ഒരു ടോക്ക് ഇനി ഇവിടെ കേട്ടു പോകരുത്. മനസ്സിലായോ? നിന്നോട് കൂടിയാ. അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവനൊരു ഗസൽ കേൾക്കുകയായിരുന്നു. ഒരെതിർപ്പും പ്രകടിപ്പിച്ചില്ല. അവൻ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ തോന്നി. അവൻ ഒരു ബുദ്ധിമാനായ കുറ്റവാളിയാണ്. പ്രതിരോധിക്കാനുള്ള എല്ലാ വഴികളും അവൻ അറിയാം. പക്ഷേ അവൻ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ശിവയോടവൻ കാറിൽ വെച്ച് പറഞ്ഞതല്ലാതെ വേറെ സോളിഡായ തെളിവുകളൊന്നുമില്ല. സംഭവത്തിൽ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ജാമ്യം കിട്ടാനാ സാധ്യത. അപ്പോ ആ ലോറിയും ഡ്രൈവറോ? ആ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടില്ലേ? ലോറിയാണെങ്കിൽ നാഗർകോവിലുള്ള ഏതോ തമിഴന്റെ പേരില്. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അവനെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. എന്റെ വാക്കിന്റെ വെള്ളത്തില അവരീ കല്യാണത്തിന് സമ്മതിച്ചത്. അവന്റെ ജീവൻ ഒരു ആപത്തും വരാതെ സംരക്ഷിച്ചോളാവുന്ന ഞാൻ വാക്കുകൊടുത്ത. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. പ്രിയയ്ക്ക് നാളെ ഒരു ജീവിതം ഉണ്ടായേക്കാം.
പക്ഷെ ഒരേ ഒരു മകൻ നഷ്ടപ്പെട്ട ആ അച്ഛനോടും അമ്മയോടും ഞാൻ എന്തു പറയും? ഇതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട പിന്നെ ഇവിടെ പോലീസും കോടതി ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മുടെ നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട് DK. എന്നെപ്പോലൊരു ഓഫീസർ ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാ. പോലീസുകാർ കഷ്ടപ്പെട്ട് പ്രതികളെ കോടതിയിലെത്തിക്കും, തലനാരിഴ കീറി തെളിവുകൾ ഉണ്ടാക്കും, കുറ്റപത്രം സമർപ്പിക്കും. പക്ഷെ കോടതിയിലെത്തുമ്പോൾ ദൃക്സാക്ഷികൾ പോലും കൂറുമാറും. കറുത്ത കോട്ടിട്ട വക്കീലന്മാർ എല്ലാ തെളിവുകളും കീഴ്മേൽ മറിക്കും. ഏത് അപരാധിയെയും നിരപരാധിയാക്കും. കൂട്ടിൽ കയറ്റി നിർത്തി വെഞ്ചരിച്ച് പുണ്യാളന്മാരുമാക്കും. ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തടോ. അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ ഞാൻ തനിക്കൊരു വാക്ക് തരും. അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. നമ്മുടെ നിയമത്തിന് അവനെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് വേണ്ടിയുള്ള നിയമം ഞാൻ എഴുതും. അവന്റെ വിധി ഞാൻ നടപ്പാക്കും. എടോ, താൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. മുറിവേറ്റത് എന്റെ മനസ്സാ. തെറ്റിപ്പോയത് എന്റെ വാക്കാ. നഷ്ടപ്പെട്ടതൊരു ജീവനും. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരച്ഛനും അമ്മയും അവരുടെ തോരാത്ത കണ്ണീരും എന്റെ മനസ്സ് പൊള്ളിക്കുന്നുണ്ട്. തന്റെ നിയമത്തിന്റെ വഴി താൻ നോക്കിക്കോ. തന്റെ നിയമം തോറ്റുപോയാൽ പിന്നെ എന്റെ നീതിയാ. അതവന്റെ സർവനാശമായിരിക്കും. പ്രിയമോളെ, ഒന്നും സംഭവിക്കില്ലെന്ന് ഏട്ടൻ എനിക്ക് വാക്ക് തന്നല്ലേ. ജീവൻ സംരക്ഷിച്ചോളാന്ന് രാജീവേട്ടൻ വാക്ക് കൊടുത്തല്ലേ. എന്നിട്ടിപ്പോ എന്താ രാജീവേട്ടൻ? തന്ന വാക്ക് പാലിക്കാൻ ഏട്ടന് പറ്റിയില്ലല്ലോ. വാക്കിന് ജീവന്റെ വില കൽപ്പിക്കുന്ന ആളല്ലേ. എന്തു പറഞ്ഞ് നിന്നെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ഇന്നുവരെ ആരോടും പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഞാൻ തോറ്റുപോയി. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. വിവാഹം നടക്കുന്ന സ്ഥലത്ത് അവൻ വരാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്ത. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കാരണം പാവൻ രാജീവേട്ടൻ മരിച്ചത്. അച്ഛനും അമ്മയ്ക്കും മകൻ നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാ. എന്നെ കല്യാണം ആലോചിച്ചില്ലായിരുന്നെങ്കിൽ ആ പാവ ഇപ്പോഴും ജീവനോടെ ഉണ്ടായേനെ.